ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, 50 നോമ്പ് കാലം പരിസമാപിക്കുകയാണ്. ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ വളരെ ശക്തമായിട്ട് പറയുന്നു, അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു. കർത്താവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മൂലക്കല്ല്. അതുകൊണ്ട് തന്നെ ഉത്ഥാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നോമ്പ് വീടലിൻ്റെ ഒരു ആഘോഷം എന്നതിനേക്കാൾ വിശ്വാസത്തിലെ നഷ്ടപ്പെട്ടത് നേടിയെടുക്കുകയും നമ്മുടെ വിശ്വാസത്തെ പുനർജീവിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ആഹ്ലാദവും സന്തോഷവുമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ധാരാളം പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നു. ഒരുപക്ഷെ ഈ പ്രതിസന്ധികൾക്ക് ഒരു പ്രതിവിധി ഉണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉത്ഥാന പെരുന്നാൾ. കർത്താവിൻ്റെ ഉത്ഥാന തിരുസ്വരൂപത്തിലെ കർത്താവ് പിടിച്ചിരിക്കുന്ന കൊടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കൊടിയുടെ നടുവിൽ കുരിശുണ്ട്. കുരിശിൽ മരിച്ച് വിജയം നേടിയ കർത്താവിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും സംഘർഷങ്ങളും നമ്മുടെ സഹനങ്ങളും വേദനകളുമൊക്കെ ഉത്ഥാനത്തിൻ്റെ പ്രസവവേദനയായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഉത്ഥാനം സംഭവിച്ചുവെന്ന് ലോകത്തെ ആദ്യമായിട്ട് അറിയിച്ചത് ഭക്തസ്ത്രീകളാണ്. മഗ്ദലന മറിയവും മറ്റേ മറിയവും മറ്റു ഭക്തസ്ത്രീകളും സാബത്ത് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കല്ലറ തേടിപ്പോയി. ഈ കല്ലറ തേടി പോകാൻ അവരെ പ്രേരിപ്പിച്ച ഒരു വികാരമുണ്ട്. സാബത്തായതുകൊണ്ട് അവൻ്റെ കബറിടത്തിൽ മൃതശരീരത്തിൽ വെക്കേണ്ടിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ തങ്ങൾക്ക് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവരുടെ മനസ്സിൻ്റെ ദുഃഖം. സാബത്ത് കഴിഞ്ഞപ്പോൾ അതിരാവിലെ അവർ കല്ലറ തേടി പോകുന്നത് കൊടുത്തത് പോരാ, അവന് കൊടുക്കേണ്ടിടത്തോളം കൊടുത്തില്ല എന്നുള്ളൊരു വികാരവുമായിട്ടാണ്. ഒരുപക്ഷെ ഉത്ഥാന തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നോമ്പുകാലം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പുതുജീവനെക്കുറിച്ചുള്ള നവീകരിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഉത്ഥാന പെരുന്നാൾ നമ്മുടെ ജീവിതത്തെ പുത്തനാക്കാൻ പുതുക്കാനുള്ള അവസരമാണ്. ഈ ഭക്തസ്ത്രീകൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കല്ല് ആരാണോ ഒന്ന് ഉരുട്ടി മാറ്റി തരിക. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒരു വലിയ ചോദ്യമാണ്. ഓരോ കുടുംബവും ഓരോ വ്യക്തിയും ഓരോ സമൂഹവും ഉരുട്ടി മാറ്റപ്പെടാൻ പറ്റാത്ത കല്ലുകളുടെ മുൻപിൽ നിസ്സഹായരാകുന്ന ഒരു നിമിഷമുണ്ട്. അവർ കല്ലറയിലേക്ക് വരുമ്പോൾ അവരെ അസ്വസ്ഥപ്പെടുത്തിയ ഈ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ട് കണ്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉത്ഥാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കരുത്ത്, നമ്മുടെ സാധ്യതകളുടെ മുൻപിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉരുട്ടി മാറ്റപ്പെട്ട കല്ല്
നമ്മുടെ ജീവിതങ്ങൾക്ക് നൽകുന്നൊരു പ്രത്യാശ, അത് മനോഹരമാണ്. സുവിശേഷങ്ങളെല്ലാം തന്നെ അതീവ പ്രാധാന്യത്തോടുകൂടെ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാൾ വിവരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ, മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ അവരെ അമിതമായ ആവേശത്തോടും പ്രാധാന്യത്തോടും കൂടിയാണ് ഉത്ഥാന പെരുന്നാളിനെ കുറിച്ചിട്ട് വിവരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു. ഉത്ഥാന പെരുന്നാളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിലെ 9 തുടങ്ങി 10 വരെയുള്ള വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുന്നൊരു കാര്യമുണ്ട്. അന്വേഷിക്കുന്നവരാണ് കർത്താവിനെ കണ്ടെത്തുന്നത്. കർത്താവിനെ അന്വേഷിച്ചു വന്ന 3 സ്ത്രീകളുടെ പേരുകളോട് പറയുന്നുണ്ട്. മറിയം, യാക്കോബിൻ്റെ സഹോദരി, സലോമി, ജോവാന്ന. ഇവരെല്ലാം കർത്താവിനെ അന്വേഷിച്ചു വന്നവരാണ്. ഈ അന്വേഷിച്ചു വന്നവരാണ് കർത്താവിൻ്റെ ശൂന്യമായ കല്ലറ കണ്ടെത്തുന്നതും കർത്താവ് ഉത്ഥാനം ചെയ്തെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയുന്നതും. തോട്ടക്കാരനാണെന്ന് കരുതി ഒരു മനുഷ്യൻ്റെ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവർ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്, നീ അവനെവിടെയെങ്കിലും എടുത്തു മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അത് പറയുക. ഞങ്ങൾ അവനെ കൊടുക്കാൻ കഴിയാത്തത് കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അവിടെയാണ് ഈശോ ആദ്യമായിട്ട് പേര് ചൊല്ലി വിളിക്കുന്നത്, മറിയം. ആ പേരിൽ അടങ്ങിയിരിക്കുന്നൊരു വികാരമുണ്ട്. കർത്താവ് നമ്മൾ മറന്നിട്ടില്ല. കർത്താവ് നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടുന്ന് പേര് ചൊല്ലി നമ്മെ വിളിക്കുന്നു. ഉത്ഥാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമുക്കറിയാം, കർത്താവ് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. നിരാശനായ പത്രോസ് മീൻ പിടിക്കാൻ പോയതാ. വലയെറിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ വന്ന് നിരാശപ്പെട്ടപ്പോൾ കർത്താവ് ഇടപെട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ലേ? വശം മാറ്റി വീശാൻ കർത്താവ് പറഞ്ഞു. വല കീറുവോളം മത്സ്യങ്ങൾ കിട്ടി. കർത്താവ് ഉത്ഥാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പരാജയങ്ങളുടെ നടുവിലെ വല മാറ്റി വീശാൻ നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. കർത്താവിൻ്റെ മുറിവുകൾ കാണണമെന്ന് നിർബന്ധം പിടിച്ച ഒരു അപ്പസ്തോലൻ്റെ മക്കളാണ് നമ്മൾ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് തോമ അവിടെ ഇല്ലായിരുന്നു. കർത്താവ് വന്നുവെന്നും കണ്ടുവെന്നൊക്കെ പറഞ്ഞപ്പോൾ തോമ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല. തോമയ്ക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ആ മുറിവുകൾ തോമ തൊട്ടു നോക്കി. ആ വിലാവിൽ തോമ കൈവച്ചു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ദൈവം ഉപേക്ഷിച്ചുവെന്നും ദൈവം മറന്നുവെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, തോമ നമുക്കൊരു മറുപടി നൽകുന്നുണ്ട്. അവൻ്റെ മുറിപ്പാടുകൾ നമ്മുടെ മുറിവുകളാണ്. അതെല്ലാം തന്നെ ഉത്ഥാനത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, പരാജയങ്ങൾ, വഴിമുട്ടുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന നിരാശകൾ, നിങ്ങൾ ഉത്ഥാനത്തിൻ്റെ പ്രസവവേദനയിലാണെന്ന് തിരിച്ചറിയുക. കർത്താവ് ഉത്ഥാനത്തിന് ശേഷം നിരവധി പേർക്ക് കണ്ടതായിട്ട് സുവിശേഷ രേഖപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, 21-ാമത്തിൽ 1 തുടങ്ങിയാൽ പലർക്കും കർത്താവ് കാണപ്പെട്ടു. അവൻ 500 പേർക്കോളം കാണപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഉത്ഥാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ മറക്കാതെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കേണ്ട ചില സത്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന ഉറപ്പ്, അവൻ ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. തോമസ് അത് വിളിച്ചു പറഞ്ഞു, യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഒന്നാമത്തേത്, അവൻ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്. ഉത്ഥാനം മരണത്തിൻ്റെ മേലുള്ള വിജയമാണ്. ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് മരണമല്ല അവസാനം. അല്ല, ഉത്ഥാനം മരണത്തിൻ്റെ മേലുള്ള വിജയത്തിൻ്റെ വെന്നിക്കൊടിയാണ്.
ഉത്ഥാനം നിത്യജീവൻ്റെ വലിയ ഉറപ്പിൻ്റെ അടയാളമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്ന മണ്ണോട് മണ്ണ് ചേരാനല്ല, മണ്ണിൽ നിന്ന് ഉത്ഥിതനായി സ്വർഗത്തിലേക്ക് നമുക്ക് മുൻപേ കടന്ന കർത്താവിൻ്റെ പിന്നാലെ കർത്താവിനോട് ചേരാനുള്ള വിളിയാണ്. ഉത്ഥാനം പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിജയമാണ്. എന്നൊക്കെ നാം പാപത്തെ കീഴടക്കുന്നുവോ അന്നൊക്കെ ഉത്ഥാനമുണ്ട്. പാപത്തെ പരാജയപ്പെടുത്താത്ത ആർക്കും ഉത്ഥാനത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ കഴിയില്ല. എൻ്റെ ബലഹീനതകളുടെ മുൻപിലേ ഞാൻ വീണുപോകാം, പക്ഷെ എഴുന്നേൽക്കുക, ഉത്ഥാനത്തിലേക്ക് എഴുന്നേറ്റ് നടക്കുക. ഉത്ഥാനം അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാകുന്നത്. ഇറ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ. നമുക്ക് സന്തോഷത്തോടുകൂടെ പുതുജീവനിലേക്ക് നവ്യമായിട്ട് പ്രവേശിക്കാം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉത്ഥാനത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. സങ്കടങ്ങളുടെ നടുവിലെ, കണ്ണുനീരുകളുടെ നടുവിലെ ഒരു പ്രസവവേദന പോലെ നോമ്പുകാലം ഉത്ഥാനത്തിലേക്ക് നാം എത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ.